ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാശൊക്കെ പോയതിന് ശേഷം വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദിനിയും വിനായകനും. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദർശനും അതുപോലെ തന്നെ നമ്മുടെ വേദയും രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെയാണ് അവരാദ്യമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം സർ, രണ്ടുപേര് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ് ദർശൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവരോട് വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് സീനിയർ ഓഫീസർ. വക്കീലേ, വരണം, വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വേദ വരണം എന്ന് പറയുന്നുണ്ട്. ദർശൻ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ജഡ്ജി സാറിൻ്റെ മോളും ഉണ്ടോ? ഓഹോ, ഇത്തവണ ആ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ എന്നിങ്ങനെ പോലീസുകാരെ ചോദിക്കുന്നുണ്ട്. ചിട്ടിക്കേസായിരിക്കും അല്ലേ? അതെ, ഇവരുടെ ഒരു പരാതി സ്വീകരിക്കണം സർ. അതിനാണല്ലോ ഈ സ്ഥാപനം തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, പരാതി ഇവരുടെ മാത്രം മതിയോ അതോ ഈ പൊങ്കച്ചിൻ്റെയും കൂടെ വേണോ? അത് ശരിയാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് ബോധിപ്പിക്കാനും വീട്ടിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലേ എന്നൊക്കെ ചോദിക്കുവേ. അന്നത്തേക്കും നമുക്ക് വേദയ്ക്ക് നീന്ന് വിളിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, സർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേര് വിളിച്ച് സംസാരിക്കണം. നീ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് വേദ ഇൻസ്പെക്ടറിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ദൈവമേ ഇവളിത് മുഴുവൻ കുളവാക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാരൻ എണീച്ചിട്ട് ഇരുന്നിടത്തുനിന്ന് അങ്ങ് എണീക്കുവാണേ. എന്നിട്ട് വേദയോട് പറയുകയാണേ, ഇനി ഞാൻ മേഡത്തിന് ഭവതി എന്ന് അഭിസംബോധന ചെയ്തോളാം പോരെ എന്നിങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദർശൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും പറയുന്നതും കേൾക്കാനൊന്നും അല്ല ഞങ്ങളിവിടെ വന്നത്, ഞങ്ങൾക്ക് സാറിൻ്റെ പരിഹാസം കേൾക്കാനൊന്നും നേരമില്ല എന്ന് ഇങ്ങനെ ദർശനം എടുത്ത് പറയുവേ. അല്ല സർ, അല്ല, നീതിയും വകുപ്പും ഒക്കെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പോലീസുകാരൻ വീണ്ടും പറയുവേ. താലി കെട്ടി ഭവതിയെ വീട്ടിലേക്ക് ആനയിച്ചിരിക്കുന്നത് അത്രയും മഹാനായ ആളല്ലേ. ഞാൻ മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് സ്വീകരിച്ച് ഫയലിൽ സൂക്ഷിക്കണം. ചിട്ടിക്ക് പോയി പണം പോയ കേസല്ലേ? എത്ര രൂപ പോയി? രൂപ 6 ലക്ഷം പോയി സാറേ. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, എത്ര കുറി ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു കുറിയേ ഉള്ളൂ. അതേ ചിട്ടി കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ കുറികളുള്ള പരാതിക്കാരും ഉണ്ടെന്ന് പറയുവേ. അല്ല, ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ പരാതികളും വന്നു കഴിഞ്ഞാൽ കേസ് സ്ട്രോങ് ആകുമല്ലോ. അപ്പോഴത്തേക്കിനും പോലീസുകാരൻ പറയുന്നുണ്ടേ, അതിന് മുങ്ങിയവനെ കിട്ടിയിട്ട് വേണ്ടേ പണം പിടിച്ചെടുക്കാൻ ഇങ്ങനെ ചോദിക്കുവാണ്. അത് തന്നെയല്ല, മുങ്ങിയവൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനാണോ ബാങ്കിൽ കൊണ്ടുപോയി പണം സൂക്ഷിക്കാൻ? എന്താണെങ്കിലും ഇത് കേസുകളായാൽ തന്നെയും അവൻ്റെ പേരിൽ ഒന്നും ഇല്ലയെന്ന് കാണിച്ച് പാപ്പർ സൂട്ടിൽ അവൻ കോടതിയിൽ ഇറങ്ങി വെറുതെ അവൻ ലാവിഷായിട്ട് പോവുകയും ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, അത്രയും വരെ ആയോ കാര്യങ്ങളൊക്കെ? അത്രത്തോളം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുന്നേ തന്നെ സാറിന് ഈ കേസിൽ എത്രത്തോളം താല്പര്യം ഉണ്ടാവുമെന്ന് ഊഹിച്ചിരുന്നു. ആ സംശയം ഇപ്പോൾ ദൂരീകരിച്ചു. KP കേശവൻ്റെ കുറിക്കമ്പനിയുടെ ഭാവി കാര്യങ്ങളും കൂടി സാർ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുന്നിലോട്ട് ഇത് എങ്ങനെയൊക്കെ ആകുമെന്നും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴത്തേക്കും നമ്മുടെ ദർശൻ പറയവേ, ഒരു വലിയ ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലായി. അത് കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഇന്ന് SP വേറെ പ്രഖ്യാപിച്ചോളും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ്റെ മുഖമൊക്കെ ഒന്ന് ചുളിയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും KP കേശവനെയും സംഘത്തിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാറ് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ സംഗതി നടന്നത് സാറിൻ്റെ ജുഡീഷ്യൽ പരിധിയിലായതുകൊണ്ട് സാറ് പരാതി മേടിച്ച് വെക്കണം. അയ്യോ, അത് ഞാൻ മേടിച്ച് വെക്കത്തില്ലെന്നൊന്നും പറഞ്ഞില്ല, വെറുതെ ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കല്ലേ വക്കീലേ എന്ന് പറഞ്ഞ് നമ്മുടെ പോലീസുകാരൻ്റെ ഭാവം പെട്ടെന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പോലീസുകാരനെ ഇന്നൊരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വക്കീലിൻ്റെ ആൾക്കാരാണ്, KP കുറീസിൻ്റെ പരാതിക്കാരാണ്. അപ്പോൾ ഒരു ഫയൽ ചാർട്ട് ചെയ്തിട്ട് വെച്ചേക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെന്നോളൂ എന്ന് പറയുവേ. അല്ല, അതിനുശേഷം വേദയോടും പറയുന്നുണ്ട്, മേഡം ചെന്നോളൂ വാ എന്ന് പറഞ്ഞിട്ട് വേദ അവരെല്ലാവരും വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, വക്കീൽ സാറേ, വേറെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കുന്നു പറഞ്ഞത് കാര്യം സത്യമാണോ എന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ദർശൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഒന്ന് വേർത്തോന്ന് ചോദിക്കുവേ. അല്ല, പേടിയൊന്നും ഇല്ല, എന്താണെങ്കിലും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ നടപ്പിലാക്കി വരുമ്പോഴത്തേക്കിനും വേറെ ആരെയെങ്കിലും കേസ് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് പറയും കേട്ടോ. അപ്പം എന്താണെങ്കിലും ദർശൻ പറയുന്നുണ്ട്, ഇത് ചെറിയ നിസ്സാരപ്പെട്ട ഒരു കേസല്ലല്ലോ, 2-2.5 കോടിയോളം വരുന്ന ക്യാഷിൻ്റെ കേസല്ലേ. ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ഞാൻ SP ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇവിടുന്ന് കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയ കാര്യമാണ് ഈ ടീമിൻ്റെ കാര്യം. ഇങ്ങനെയുള്ളൊരു ക്രൈമൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ആരുടെയും സപ്പോർട്ടില്ലാതെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ പേരിലൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ.
KP കുറീസിൻ്റെ സംരംഭത്തിൽ പണയം വെക്കൂ പണം നേടൂ എന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സാബു സാറായിരുന്നല്ലേ ഉദ്ഘാടനം നടത്തിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് എന്നിങ്ങനെ ചോദിക്കേ, അല്ല ഒന്നുമില്ല, അവരുമായിട്ട് കണക്ഷനുള്ള എല്ലാവരെ പറ്റിയിട്ടും അന്വേഷണം നടത്തുന്നുണ്ടാവും. എനിക്ക് കണക്ഷനൊന്നുമില്ല, നാട്ടിലെ പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ക്ഷണിച്ചു, അതിന് പോയി, അത്രേ ഉള്ളൂ എന്ന് പറയാം. അപ്പം എന്നിട്ട് ശരി പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. എന്നിട്ട് ദർശൻ പോയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പോലീസുകാരൻ പറയുവാണ്, ദൈവമേ കർത്താവേ ഇത് പണി പാലും വെള്ളത്തിൽ വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേശക്കിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രമനും ശ്രീനിവാസനും കൂടെ യാത്ര പോവുകയാണ്. അപ്പോൾ വഴിയിലിറങ്ങി വെക്കുമ്പോഴത്തേക്കും വഴിയിലിറങ്ങി അവർക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തിയിട്ട് അവർ വെള്ളം കുടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ഇവരെ വണ്ടിക്കാർ ഫോളോ ചെയ്യുന്നതായിട്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് നാട്ടിലൊരു വലിയ ഫ്രോഡ് നടന്നിട്ടുണ്ട്, നീ വല്ലതും അറിഞ്ഞോ ചോദിക്കേ. അപ്പം നമ്മുടെ KP കുറീസ് ഇല്ലേ, KP കേശവൻ്റെ, അവിടെ വലിയൊരു തട്ടിപ്പാണ് നടന്നത്. 2.5 കോടിയോളം രൂപയാണ് എല്ലാവർക്കും നാട്ടുകാർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. അതിനകത്ത് നിൻ്റെ ചേട്ടൻ വിനയൻ്റെ പേരും ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപയുടെ കുറിയാണ് ചേർന്നിരുന്നത്. വിനയേട്ടനോ 6 ലക്ഷം രൂപയുടെ കുറിയോ? എന്താണെങ്കിലും KP കുറീസിൻ്റെ ആ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് പോയത് നീ പണി കൊടുത്ത ആ സാബുമോനായിരുന്നു, ഇൻസ്പെക്ടർ. അതുകൊണ്ട് ഞാൻ SP വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഇറക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ വൈകുന്നേരം പ്രോഗ്രസീവ് പാർട്ടിയുടെ മേൽക്കീഴിൽ പൈസ നഷ്ടപ്പെട്ട എല്ലാവരെയും വെച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബൈ ഇലക്ഷന് മുന്നേ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിക്രം ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെ ആ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ യുവ തുർക്കി വിക്രം സുധാകരനായിരിക്കും എന്നിങ്ങനെ തോളത്ത് തട്ടിയിട്ട് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അയ്യോ ഞാനോ? അല്ല വേണ്ട സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ മൈക്ക് കണ്ടാലേ വേറെ വരും എന്ന് പറയേ. അതൊക്കെ മാറിക്കോളും. അവിടെ നിന്ന് ഇത്രമാത്രം പറഞ്ഞാൽ മതി, ഈ വലിയ വഞ്ചനാക്കുറ്റം നടത്തിയിരിക്കുന്ന എല്ലാവരെയും പിടിക്കാതെ പ്രോഗ്രസീവ് പാർട്ടി ഇനി മിണ്ടാതിരിക്കില്ല എന്നുള്ള രീതിയിലൊന്ന് സംസാരിച്ചാൽ മതി. കേൾക്കുന്നവർക്ക് തോന്നണം ഇനി പ്രോഗ്രസീവ് പാർട്ടി നല്ലൊരു പാർട്ടിയാണെന്ന് എന്നൊക്കെ പറയണേ. അന്നേരം നമ്മുടെ വിക്രം പറയണേ, ഇത് കേൾക്കുമ്പോൾ തന്നെ തൊണ്ട വരളുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രീനിവാസൻ പറയുവാണേ, ഡ്രൈവറെ ഒന്ന് വണ്ടി നിർത്ത്, ഇവിടെ എവിടെയോ കരിക്ക് കിട്ടും തോന്നും പറഞ്ഞ് വണ്ടി നിർത്തുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആരും എൻ്റെ പുറകിലുള്ള പോലെ ഒരു തോന്നലുണ്ട്, അതിൻ്റെ തോന്നലായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള സമയത്ത് ഈ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കരിക്കൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അവിടേക്ക് ഒരു വലിയ വാൻ വന്നിറങ്ങുന്നതും അതിൽ നിന്ന് ഗുണ്ടകൾ എങ്ങനെ ഇറങ്ങി ഓടി വരിക കേട്ടോ. വലിയ കത്തിയൊക്കെ ഉണ്ട്. അപ്പം അവരെ ഇങ്ങനെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ പാഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ 1-2 ആൾക്കാരല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കയ്യിൽ കത്തികളും ഉണ്ട്. അപ്പം ഇങ്ങനെ വിക്രം നമ്മുടെ ഓരോരോ ഗുണ്ടകളെയായിട്ട് മാറ്റി തടുത്ത് വെട്ടി നിർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും ഒരുത്തൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു കത്തിയുണ്ട് അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അവനിങ്ങനെ ശ്രീനിവാസനെ വെട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവനെ തടുത്ത് നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ കത്തി ശ്രീനിവാസൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അടുത്ത് വരെ എത്തുമ്പോഴത്തേക്കിനും ആ കത്തി നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ കൈയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊള്ളുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നിവൃത്തിയില്ലാതെ വിക്രം തോക്കെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തോക്കൊക്കെ എടുക്കുന്ന കണ്ടപ്പോഴാണ് ബാക്കി എല്ലാവരും തിരിഞ്ഞു ഓടുന്നു കേട്ടോ. എന്നിട്ട് കൂടെ വന്നവന്മാരെല്ലാവരും കൂടെ ഇങ്ങനെ വെട്ടാൻ വരുമ്പോഴത്തേക്കിനാണല്ലോ നമ്മുടെ തോക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത്. അന്നേരത്തേക്കിനും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും അവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കിനും വിക്രം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ കൈ ഇങ്ങനെ നോക്കും. അയ്യോ ഒത്തിരി ചോര വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയേ, പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിഞ്ഞു ഓടുമ്പോഴത്തേക്കിനും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, എടാ ശ്രീനി, നീ കടന്നു വന്ന വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എലക്ഷനിൽ നിന്നൊന്നും അത് നീ മായ്ച്ച് കളയാൻ നോക്കണ്ടടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ലടോ, ആ വാളിൻ്റെ തുമ്പൊന്ന് കൊണ്ടിട്ട് കൊള്ളൂ. സാർ വാ നമുക്ക് ആശുപത്രി പോകാമെന്ന് പറയവേ. വേണ്ടടോ, താൻ ടെൻഷൻ ആവാതെ. അവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ. ഇനി എന്താണെങ്കിലും ഈ പൊടിഞ്ഞ ഓരോ തുള്ളി ചോരയും വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാറേ ഇതിന് പിന്നെ പ്രവർത്തിച്ചത് ആരാന്ന് പോലും അറിയാതെ നിങ്ങൾ പറയാം, താനെന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, അതൊന്നും നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല, അതൊക്കെ മേലുള്ളവർ അന്വേഷിച്ചോളും, താൻ വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, താൻ വാന്ന് പറയേ. അന്നത്തേക്ക് നമ്മുടെ വിക്രം പറയും, ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ, ഫസ്റ്റ് നമുക്ക് ആശുപത്രി പോകാം, അതിന് ശേഷം ബാക്കി എന്ന് പറയേ.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ വിനയനും നന്ദിനിയും എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങുവാണേ. എന്നിട്ട് ഓട്ടോക്കാരന് രൂപ എത്രയായി 100 രൂപ എന്ന് പറയുമ്പോൾ വേദ ഇതൊക്കെ എടുത്ത് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതിന് മുന്നേ വിനായകൻ പറയുന്നുണ്ട് വീട്ടിലോട്ട് ഇത് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയുവേ. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് അമ്മ ചോദിച്ചാൽ എന്ത് പറയുമെന്ന് പറയുവേ. അന്നേരം പറയും വേറെ എന്തെങ്കിലും കാര്യം പറയാം എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ടേ. വേദേ രൂപ 6 ലക്ഷം പോയിട്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതങ്ങനെയല്ലല്ലോ, അതിൻ്റെ നമ്മളിപ്പോൾ പരാതി കൊടുത്തതിന് ശേഷമുള്ള ബാക്കി എല്ലാ അന്വേഷണങ്ങളും വരുന്നത് നമ്മുടെ വീട്ടിലോട്ടായിരിക്കും. അപ്പം അമ്മ അറിയില്ല എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. തൽക്കാലം അത് അപ്പം നോക്കാം, ഇപ്പോൾ ഒന്നും അറിയിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഉമ്മറത്ത് തന്നെ നമ്മുടെ അമ്മ നിൽക്കുകയാണേ. അപ്പോൾ അമ്മയുടെ നോട്ടം നിൽപ്പൊന്നും ശരിയല്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ വിനയൻ വരൂ നന്ദിനി വരൂ വേദെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ അമ്മ ചോദിക്കുവാണേ എന്താ നിനക്ക് ഇവരെല്ലാം ആനയിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഓടിക്കയറി അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ സംസാരിക്കാൻ നിൽക്കാതെ ഓടിക്കയറിയൊക്കെ പോകുന്നുണ്ടേ. അവിടെ നിൽക്ക്, നീ എന്താ ഇവരെ ആനയിച്ച് കൊണ്ടിരുന്നെന്ന് അപ്പോഴാണ് ചോദിക്കുന്നത്. അങ്ങനൊന്നുമില്ല, അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ? ഇപ്പം എവിടുന്നാണ് വരുന്നതെന്ന് ഞാൻ നിന്നോടും ചോദിക്കുന്നില്ല, നിൻ്റെ ഭാര്യയോടും ചോദിക്കുന്നില്ല. നിപ്പിൽ തന്നെ നുണ പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ഞാനിപ്പോൾ വേദയോടാണ് ചോദിക്കുന്നത്, എവിടെ പോയതാണ്? ഇപ്പം വരാമെന്നും പറഞ്ഞ് നീ പോയത് ഇവരുടെ അടുത്തേക്കായിരുന്നു അല്ലേന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനിയും വിനായകനൊക്കെ കണ്ണിറക്കി കാണിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ വിഷുവിനും അതുപോലെ ശ്രീചേട്ടത്തിയൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലാവേ. നീയും എന്നോട് നുണ പറയാനാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. മക്കളോ സത്യം പറയത്തില്ല, പിന്നെ മരുമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയും ഞാൻ പോയത് കൈ ചൂണ്ടിക്കൊണ്ട് ഇവർ വിളിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെയാണമ്മേ. അത് എന്തിനാണെന്ന് കൂടി എന്നോട് പറയാലോ അല്ലെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും വേദ പറയേ വിനായകൻ ചേട്ടന് KP കുറീസിൽ 6 ലക്ഷം രൂപയുടെ ഒരു കുറി ഉണ്ടായിരുന്നു, അത് ഇന്ന് കിട്ടേണ്ട ദിവസമായിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മ ബാക്കി പൂരിപ്പിക്കുവേ. ഇന്നലെ രാത്രി എല്ലാവരുടെ കുറിപ്പൈസയും കൊണ്ട് അവർ മുങ്ങി അല്ലേ എന്നിങ്ങനെ അമ്മ ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകനും നന്ദിനിയും ഒരുമിച്ച് വിളിക്കും കേട്ടോ. ആണോ വേദേ, അതാണോ ഉണ്ടായത്? അതെ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും ആ പൈസ തിരികെ മേടിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാനാണ് ഞാൻ പോയതെന്ന് പറയുവേ. ദർശനെ വിളിച്ച് കേസ് നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കുമ്പോൾ തരാനേ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഉള്ളൂ അല്ലേ? മാസമായിട്ട് 20,000 രൂപ ചിട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നിൻ്റെ കയ്യിലുണ്ട് അല്ലേ? ആദ്യത്തെ മാസങ്ങളിലൊക്കെ അത്രയൊന്നും ഇല്ലായിരുന്നു അമ്മ, 10,000 ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് മാസം ആയപ്പോഴാണ് കൂടി വന്നത്. അപ്പോഴത്തേക്കിനും അമ്മ പറയുവേ ചിട്ടിക്ക് വേണ്ടി അടയ്ക്കുന്ന പൈസയെ പറ്റിയിട്ടല്ല ഞാൻ ചോദിച്ചത്, അതിന് നിനക്ക് മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലാതെ ഈ കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് മനസ്സുണ്ടായല്ലോ അല്ലേന്നാണ് ചോദിച്ചത്. സ്വാർത്ഥത മനുഷ്യർക്കുണ്ടാവാം മോനെ, പക്ഷേ ഇത്രത്തോളം ആവാൻ പാടില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓർക്കുന്നില്ലേ? കറണ്ട് ബില്ല് സമയത്തിന് അടയ്ക്കാതെ ഇരുട്ടത്തിരുന്നു ഒരു രാത്രി മുഴുവൻ ഈ വീട്ടുകാർ. അത് പിറ്റേന്ന് അടയ്ക്കാൻ നിൻ്റെ കയ്യിൽ കാശില്ലെന്നല്ലേ പറഞ്ഞത്? കറണ്ട് ബില്ല് അച്ഛൻ കൊടുത്തതാണല്ലോ. അത് പലിശക്കാരന് കൊണ്ട് കൊടുത്തത് അമ്മയുടെ മൂത്ത മോനല്ലേ. അപ്പോൾ വിശ്വനാടെന്ന് പറയണേ. വിനായക പറയുമ്പം വസ്തുനിരക്കമായതേ പറയാവുള്ളൂ. ഞാൻ കൊടുത്തൊന്നുമല്ല, അയാൾ വന്ന് പിടിച്ച് മേടിച്ചുകൊണ്ട് പോയതാ. അത് നിങ്ങൾ കൊള്ളാഞ്ഞിട്ട് അതിന് ഞാനെന്ത് പഴിച്ചു? അപ്പോഴത്തേക്കിനും അമ്മ പറയുവേ ഇല്ലടാ, നീ പിഴച്ചിട്ടില്ല. സ്വന്തമായി കാശുണ്ടാക്കി ബാങ്കിൽ സൂക്ഷിക്കുന്നതിലും പിഴച്ചിട്ടില്ല. രഹസ്യമായി ചിട്ടി ചേരുന്നതിലും നീ പിഴച്ചിട്ടില്ല. എന്തിന് അകത്തെ മുറിയിൽ ഹോട്ടൽ പലഹാരം മേടിച്ചും ഭാര്യയുമായിട്ട് തിന്നുന്നതിലും നിനക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വം പറയാം അത് ശരി, നിനക്ക് അതും ഉണ്ടായിരുന്നോ? അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയേ 4 കാശ് കൂട്ടി വെക്കാൻ ശ്രമിച്ചതിൽ എന്ത് തെറ്റാമ്മ ഉള്ളതൊന്നും കൊണ്ടുപോയിട്ട് വീട്ടിൽ തൊലയ്ക്കാൻ വിനയായിട്ട് ശ്രമിച്ചിട്ടില്ലല്ലോ. ഞാൻ കാശിൻ്റെ കണക്ക് ചോദിക്കുന്നത് എൻ്റെ മക്കളോടാണ്, അതിൽ നീ ഇടപെടണ്ടെന്ന് ഇങ്ങനെ അമ്മ പറയുവേ. എൻ്റെ ഭർത്താവിൻ്റെ കാശിൻ്റെ കണക്കിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെടാലോ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛൻ അടയ്ക്കാൻ കൊടുത്തതും പച്ചക്കറിയുടെ പൈസ എല്ലാം അമ്മയായിട്ട് ചർച്ച ചെയ്യുന്നതും അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കാശ് തരുന്നതും. അച്ഛനെ കണ്ടിട്ടല്ലേ വിനയേട്ടനും ആവക ശീലങ്ങളൊക്കെ പഠിക്കുന്നത്. അതൊരു തെറ്റാണോ അമ്മയെന്നിങ്ങനെ നന്ദിനി അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണേ. ശരിയാ നന്ദിനി, പക്ഷെ പഠിക്കുമ്പോൾ എല്ലാ ശീലങ്ങളും പഠിക്കണം, അല്ലാതെ അവനവന് ഗുണമുള്ളത് മാത്രം പഠിക്കരുത്. മാഷ് സമ്പാദിച്ചു കൊണ്ട് വരുന്ന പണം ഈ വീട്ടിൽ എനിക്ക് മാഷിന് വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ട് മാഷ് അന്ന് ആശുപത്രിയിൽ പോയപ്പോൾ കാശ് ചിലവാകുമെന്ന പേടി കൊണ്ടാണ് നിങ്ങൾ അന്ന് വരാതിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? മോളെ, സ്വാർത്ഥത അയക്കോ?
ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും നല്ലതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ വയസ്സായ ആ പാവം മനുഷ്യനെ ഊറ്റി ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ ഇങ്ങനെ കരയുവാണ് കേട്ടോ. അപ്പം ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്